വിദ്യാഭ്യാസം എന്നാൽ എഴുത്തും വായനയും പഠിക്കുക എന്നതല്ല, അത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കലാണെന്ന ഗാന്ധിവചനം പോലെ നമ്മുടെ കുട്ടികളിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്തും ഊർജവും സാധ്യമാകുന്ന തരത്തിലുള്ള കായിക പരിശീലനങ്ങൾ നൽകിക്കൊണ്ട് കുട്ടികളിലെ കായികക്ഷമത വളർത്തുവാൻ അവരെ പ്രാപ്തരാക്കി തീർത്തവരിൽ നിസ്തുല സ്ഥാനമാണ് ഷെരീഫ് സാറിനുള്ളത്. 1969 കുഞ്ഞഹമ്മദ് ഫാത്തിമ ദമ്പതിമാരുടെ മകനായി ജനനം. ഭാര്യ റജുല. മക്കൾ: B.Ed പഠനം പൂർത്തിയാക്കിയ മുഹമ്മദ് നഈം, ജിംബർ പോണ്ടിച്ചേരിയിൽ പെർഫ്യൂഷൻ ടെക്നോളജി വിദ്യാർത്ഥിനിയായ നജ ഫാത്തിമ, കുട്ടമ്പൂർ KHSൽ +2 വിദ്യാർത്ഥിനിയായ നിഷ്മ ആയിഷ. കുട്ടമ്പൂർ, നന്മണ്ട എന്നിവിടങ്ങളിലെ സ്കൂൾ പഠനം പൂർത്തിയാക്കിയ ഷെരീഫ് സാർ തന്റെ പ്രീ ഡിഗ്രി കാലഘട്ടം ചെലവഴിച്ചത് ഫറൂഖ് കോളേജിലാണ്. ബാംഗ്ലൂരിൽ നിന്നും കായിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഇദ്ദേഹം 1991 കാസർഗോഡ് ജില്ലയിലാണ് തന്റെ അധ്യാപന ജീവിതത്തിന് ആരംഭം കുറിക്കുന്നത്. വളാഞ്ചേരി മർക്കസ് തർബിയയിൽ ഹൈസ്കൂൾ മേഖലയിലെ സേവനത്തിന് ശേഷം താമരശ്ശേരി ചുരം കയറി വയലും നാടും കാടും ചേർന്ന നയനമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന വയനാട്ടിലെ വിദ്യാഭ്യാസ സ്ഥിരാകേന്ദ്രങ്ങളിലൊന്നായ WMOയുടെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനമായ WOVHSSലെ കായികാധ്യാപകനായി 1997 ജോലിയിൽ പ്രവേശിച്ചു. അക്ഷരങ്ങൾക്കൊപ്പം അഗ്നിയെ ഹൃദയത്തിൽ ജ്വലിപ്പിച്ച് അപ്രതീക്ഷിതമായ ഒട്ടനവധി വിജയങ്ങൾ കൈവരിക്കുവാൻ ഈ കായിക അധ്യാപകന്റെ സേവനത്താൽ സത്യമായിട്ടുണ്ടെന്നതും WOVHSSലെ അധ്യാപന ചരിത്രത്തിലെ നാഴികക്കല്ലുകളായി പരിവർത്തനപ്പെടുന്നു. വിജയം ആസ്വാദ്യകരമാകണമെങ്കിൽ പ്രയാസങ്ങളും ആവശ്യമാണ് എന്ന തത്വത്തെ തന്റെ കുഞ്ഞുങ്ങൾക്കായി പകർന്നു നൽകപ്പെടുമ്പോൾ അവർ പോലും അറിയാതെ അവരിലെ വിജയത്തെ നെയ്തെടുക്കുവാനായിരുന്നു ഈ കായിക അധ്യാപകന്റെ ശ്രമം മുഴുവനും. തീർത്തും നർമ്മം കലർന്ന ഭാഷയിലുള്ള സംസാര പെരുമാറ്റത്തിലൂടെ തന്റെ സഹപ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ചേർത്ത് പിടിച്ചൊരു 34 വർഷത്തെ അധ്യാപന ജീവിതത്തിന് സാക്ഷിയായി നമ്മുടെ ഷെരീഫ് സാർ ഇന്നിവിടെ നിന്നും പടിയിറങ്ങുമ്പോൾ അടിപതറാതെ വിജയം കൊയ്തെടുക്കുവാൻ കഴിയുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തെ കൂടി നമുക്ക് സമ്മാനിക്കുവാൻ അദ്ദേഹം മറന്നിട്ടില്ല. അക്ഷരങ്ങളിലൂടെയും ആശയങ്ങളിലൂടെയും തങ്ങളുടെ കഴിവുകളിലൂടെയും വളർന്നുവരുന്ന നവജീവനുകൾക്ക് ഭാവിയിലെ ജീവിത സാധ്യതകളുടെ വാതായനങ്ങൾ തുറന്നുകാട്ടിയ അധ്യാപകർക്കിടയിലെ ഒരുവനായിരുന്ന ഈ മഹനീയ പ്രതിഭാസത്തിന് ഞങ്ങളുടെ ഹൃദയം കൊണ്ടെഴുതിയ 1000 സ്നേഹാദരങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. എന്നും അഭിമാന പുരസ്സരം അങ്ങയെ വിശേഷിപ്പിക്കുന്ന ഒരു പാവം കർഷകന്റെ മകനായിട്ടുള്ള അങ്ങയുടെ ഭാവി ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നുചേരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ WOVHSSലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സഹപ്രവർത്തകരും എന്നും കൂടെയുണ്ട്.